ഹലോ എവ്രി വൺ, ലോഗ്രാറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കേരള ഹിസ്റ്ററിയാണ്. 10th പ്രിലിംസ് ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹിസ്റ്ററിയുടെ, പ്രത്യേകിച്ച് കേരള ഹിസ്റ്ററിയുടെ 10th സിലബസ്, ആ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഒരുവിധമെങ്കിലും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കുന്നത് കേട്ടോ. അപ്പം 10th ക്ലാസ്സിലെ ചാപ്റ്റർ 8 ആണ് നമ്മൾ നോക്കുന്നത്, കേരളം ആധുനികതയിലേക്ക്. അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം തന്നെ കാണുന്നത് ഒരു ഡയറി കുറിപ്പാണ്. നമുക്ക് എന്താണ് നോക്കാം. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വാൻഹോഫ് ആണ് വാസ്കോഡഗാമയോടൊപ്പം പോർച്ചുഗീസിൽ നിന്നും എത്തിയ നാവികൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവരെന്നാണ് നമ്മുടെ കോഴിക്കോട് കാപ്പാടെത്തിയത്? 1498 മെയ് 20 ഇവര് കോഴിക്കോട് എത്തുന്നത്. വർഷം ഓർത്തിരിക്കുക, 1498 മെയ് 20. കോഴിക്കോടിനെ വിളിച്ചത് കാലേക്കുറ്റെന്നും അതുപോലെ തന്നെ കാപ്പാടിനെ വിളിച്ചത് കാപ്യ എന്നും പന്തലായനെ വിശേഷിപ്പിച്ചത് പന്തലനി എന്നുമാണ്. അപ്പൊ ഈ 3 സ്ഥലങ്ങളെ അവർ വിശേഷിപ്പിച്ചതാണ്. അതിൽ കാപ്പാട് എന്നെ പോർച്ചുഗീസുകാർ വിളിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാപ്യ എന്നാണ് പോർച്ചുഗീസുകാർ വിളിച്ചത്. ഇനി നമ്മൾ പറയുമ്പോൾ എന്താണ്, 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പോർച്ചുഗീസുകാര് കേരളത്തിൽ എത്തിയത്. അപ്പൊ 1498 എന്ന് പറയുന്നത് 15ാം നൂറ്റാണ്ടിന്റെ അവസാനമാണെന്ന് ഓർത്തിരിക്കുക. പോർച്ചുഗീസുകാരിവിടെ എത്തുമ്പോൾ കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രധാനികളാണ് ആരൊക്കെ? അറബികളും അതുപോലെ തന്നെ ചൈനക്കാരും കേട്ടോ. അപ്പം അറബികളുടെയും ചൈനക്കാരുടെയും വ്യാപാര കുത്തക മറികടന്നുകൊണ്ട് പോർച്ചുഗീസിനൊരു വ്യാപാര കുത്തക ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതേ തുടർന്ന് സാമൂതിരിയെ കാണുകയും സാമൂതിരി ഇത് വിസമ്മതിച്ചതിനെ തുടർന്ന് കോഴിക്കോടിന്റെ ശത്രുരാജ്യമായ കൊച്ചിയിൽ താവളമുറപ്പിച്ച് കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് പോർച്ചുഗീസുകാർ ശ്രമിച്ചു. അവരെവിടെയാണ് താവളമുറപ്പിക്കുന്നത്? കൊച്ചിയിലാണ് താവളമുറപ്പിച്ചത്. അങ്ങനെ കുഞ്ഞാലിമരക്കാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവികപ്പട പോർച്ചുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ നടത്തി. പക്ഷെ ഇതെന്ത് ചെയ്തില്ല, വിജയിച്ചിരുന്നില്ല. അപ്പൊ പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത് ആരാണ്? സാമൂതിരിയുടെ നാവികസേനയിലെ തലവനായിട്ടുള്ള കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. അപ്പൊ കുഞ്ഞാലി മരക്കാർ എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞതാണ് സാമൂതിരിയുടെ നാവികപടയുടെ തലവനായിരുന്നു ആര്? കുഞ്ഞാലി മരക്കാർമാരെന്ന് പറയുന്നത്. അല്ല, ഇവരുടെ ആസ്ഥാനമാണ് എവിടെ? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. കുഞ്ഞാലി മരക്കാർ എത്ര പേരായിരുന്നു? 4 പേരാണ്. 1-മൻ, 2-മൻ, 3-മൻ, 4-മൻ, അങ്ങനെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ചാലിയം കോട്ടയെ തിരിച്ചു പിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത് ഏത് കുഞ്ഞാലിയാണ്? കുഞ്ഞാലി 3-മനാണ് സഹായിച്ചിരിക്കുന്നത്. ചാലിയം കോട്ടയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യമാണ് ഏത്? ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത് കേട്ടോ. ഫത്ഹുൽ മുബീൻ, വ്യക്തമായ വിജയം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇത് ഏത് നൂറ്റാണ്ടിലാണ് എഴുതിയത്? 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കുഞ്ഞാലി മരക്കാരനെ പറ്റി ഓർത്തിരിക്കുക. പോർച്ചുഗീസുകാർക്കെതിരെ ചെറുത്തുനിൽപ്പുകൾ നടത്തിയത് കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെത്തിയവർ ആരൊക്കെയാണ്? ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, അതുപോലെ തന്നെ ഫ്രഞ്ചുകാര്. ഇവർ 3 പേരുമാണ് പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലേക്ക് എത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? കുരുമുളകിന് വേണ്ടിയിട്ടാണ് ഇവരിവിടെ വരുന്നത്. എന്നാൽ 1663 ഡച്ചുകാർ എന്ത് ചെയ്യുകയാണ്? പോർച്ചുഗീസുകാരെ പുറത്താക്കുകയാണ്. അപ്പൊ കേരളത്തിൽ നിന്നും പോർച്ചുഗീസുകാർ പുറത്തായത് എന്നാണ്? 1663. ഈ ഡേറ്റ്, ഈ വർഷം എന്തായാലും ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാനായിട്ട് വരാം. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ 1741 ഏതാണ് വർഷം? 1741 കുളച്ചൽ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. അങ്ങനെ ഡച്ചുകാരും എന്ത് ചെയ്യാണ്? കേരളം വിട്ട് പോവുകയാണ്. പിന്നെ എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നിരുന്ന കർണാട്ടിക് യുദ്ധങ്ങൾ, അപ്പൊ ഇംഗ്ലീഷും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന കർണാട്ടിക് യുദ്ധങ്ങൾ കാരണം അതിന്റെ പരാജയത്തെ തുടർന്ന് ഫ്രഞ്ചുകാരും എന്ത് ചെയ്യാണ്? നമ്മുടെ കേരളം വിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പൊ കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് എന്നാണ്? 1746 ആ ഒരു കാലയളവിലാണ്. 46 മുതൽ 63 വരെയാണ് എന്ത് ചെയ്തത്? കർണാട്ടിക് യുദ്ധങ്ങൾ നടക്കുന്നത് കേട്ടോ. 1746, 63 കാലഘട്ടങ്ങളിൽ നടന്ന മൂന്ന് യുദ്ധങ്ങളായിട്ടാണ് കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. ഇതേ തുടർന്ന് എന്ത് ചെയ്യാണ്? ഫ്രഞ്ചുകാർ പരാജയം സമ്മതിച്ച് അപ്പൊ ഇംഗ്ലീഷുകാരുടെ എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിൽ
വ്യാപാര കുത്തക മൊത്തത്തിൽ ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണ്. പോർച്ചുഗീസുകാർ പോയി, ഡച്ചുകാരും പോയി, അത് കഴിഞ്ഞ് വന്ന ഫ്രഞ്ചുകാരും പോയി. അങ്ങനെ ഇംഗ്ലീഷുകാർക്ക് എന്ത് ചെയ്യാണ്, വ്യാപാര കുത്തക മൊത്തം കിട്ടുകയാണ് ചെയ്തത്. ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കറാണ് ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇത് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളത്തിലേക്ക് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി 1615 കേരളത്തിലെത്തിയത്. അവര് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വന്നവരെ സാമൂതിരിയുമായി സന്ദർശിക്കുകയും വ്യാപാര ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പം സാമൂതിരി മുന്നേ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരുമായിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് ഉടമ്പടിയിലൊന്നും ഏർപ്പെട്ടില്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ട് എന്ത് ചെയ്യാണ്? സാമൂതിരി വ്യാപാര ഉടമ്പടിയൊക്കെ ഒപ്പുവെക്കുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചു? വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അതുപോലെ തന്നെ 5 തെങ്ങിലും പണ്ടകശാലകൾ പണിയാനായിട്ട് ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിച്ചു. എവിടേക്കാണ് കിട്ടിയത്? വിഴിഞ്ഞം, തലശ്ശേരി, 5 തെങ്ങ്, ഈ 3 സ്ഥലങ്ങളും ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ ഇവർക്ക് എന്താണ് പണ്ടകശാലകൾ പണിയാനായിട്ട് അനുമതി ലഭിച്ചു. തുടർന്ന് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് 5 തെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദവും നേടി. അപ്പൊ ആറ്റിങ്ങൽ റാണി 5 തെങ്ങിൽ കോട്ട പണിയാനായിട്ട് അനുമതി കൊടുത്തത് എന്നാണ്? 1695 കോട്ട പണിയാനായിട്ട് അനുവാദം കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പണ്ടകശാലകൾ പണിയാനുള്ള അനുമതി ലഭിച്ചു. അതേ തുടർന്ന് പിന്നെ അവർക്ക് എന്താണ് കിട്ടിയത്? കോട്ടകൾ പണിയാനുള്ള അനുവാദവും ലഭിച്ചു. ഇതിന്റെയൊക്കെ പരിണത ഫലമായിട്ട് 5 തെങ്ങ് കലാപം നടക്കുകയുണ്ടായി. അത് 1697 5 തെങ്ങ് കലാപം നടക്കുന്നത്. അപ്പം കേരളത്തിലുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 തെങ്ങ് കലാപമാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ എന്ത് ചെയ്തു? വധിച്ചു. ഇതിനെയാണ് നമ്മൾ ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. നടന്ന വർഷം എന്നാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മൈസൂർ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണ്. അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പിട്ട വർഷം എന്നാണ്? 1792. പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ്. 3ാം മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സന്ധിയായിരുന്നു ഏത്? ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത് കേട്ടോ. 3ാമത്തെ മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. 4ാം മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ മരിക്കുകയും അങ്ങനെ മൈസൂർ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷുകാർക്ക് കീഴിലാവുകയും ചെയ്തു. ഇത് 3ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് എന്ത് ചെയ്യുന്നത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. ആ സന്ധിയായിരുന്നു ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത്. 1792 ഇത് ഒപ്പുവെച്ചത്. മൈസൂരിലെ ടിപ്പു സുൽത്താനും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു സന്ധി എന്നതും കൂടെ ഓർത്തിരിക്കുക. അതേ തുടർന്ന് 1792 തന്നെ എന്ത് ചെയ്തു? കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. കപ്പം കൊടുക്കാനായിട്ട് നിർബന്ധിതരാവുകയും ചെയ്തു. അപ്പം മലബാറും അതുപോലെ തന്നെ കൊച്ചിയും ബ്രിട്ടീഷിന്റെ കീഴിലാകുന്നത് 1792. ഇനി 1795 ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പം 75 തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചത്. അപ്പൊ മേൽക്കോയ്മ അംഗീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശത്രുക്കളിൽ നിന്നും സംരക്ഷണം നൽകാമെന്നാണ് ബ്രിട്ടീഷുകാർക്ക് ഇതിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകിയിരുന്നത്. അങ്ങനെ മലബാർ എന്താണ്? നേരിട്ടും അതുപോലെ കൊച്ചിയും തിരുവിതാംകൂറും സാമന്ത രാജാക്കന്മാർ വഴിയുമാണ് ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയത്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശം ഏത് എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട്. മലബാറാണ് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയ പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ 18ാം നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും എന്താണ്? ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായി. അപ്പൊ ഏത് നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഈ ഓരോ പോയിന്റുകൾ എടുത്തെടുത്ത് പറഞ്ഞ ഓരോ പോയിന്റുകളും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ കേട്ടിരിക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് പഴശ്ശി കലാപങ്ങളാണ്. പഴശ്ശി കലാപങ്ങൾ നടന്നത് എവിടെയാണ്? മെയിനായിട്ട് മലബാറിലാണ് പഴശ്ശി കലാപങ്ങൾ നടക്കുന്നത്. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് ഈ പറയുന്ന പഴശ്ശി കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഏത് കുടുംബമാണ്? കോട്ടയം രാജകുടുംബത്തിലാണ് കേട്ടോ. അപ്പൊ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അപ്പം അതെന്ത്? മൈസൂർ യുദ്ധത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഇത് നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതെന്ത് ചെയ്തില്ല? കൊടുത്തില്ല.
അതും അതുപോലെ തന്നെ വയനാടിന്മേൽ ബ്രിട്ടീഷുകാരുടെ അവകാശവാദവുമാണ് എന്ത് ചെയ്തത് പഴശ്ശി കലാപങ്ങൾക്ക് കാരണമായത്. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ആരൊക്കെയായിരുന്നു ഇതിലെ മെയിനായിട്ട് പഴശ്ശിരാജയെ സഹായിച്ചവര്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, ഇടച്ചേന കുങ്കൻ നായർ, അതുപോലെ തന്നെ കുറിച്യ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു. സഹായിച്ച കുറിച്യ നേതാവ് ആര് എന്ന ചോദ്യമുണ്ട്. തലയ്ക്കൽ ചന്തു ആണ് കേട്ടോ. അപ്പം പഴശ്ശി കലാപങ്ങൾ 2 കലാപങ്ങളാണ് നടന്നത്. 1793-97 കാലഘട്ടത്തിൽ ഒരെണ്ണവും 793-97 കാലഘട്ടത്തിൽ ഒരെണ്ണവും അതുപോലെ തന്നെ 1800 മുതൽ 1805 വരെ ആണ് അടുത്തത് നടന്നത് കേട്ടോ. രണ്ടാം പഴശ്ശി കലാപത്തെ തുടർന്ന് 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം അത്ര ഓർത്തിരിക്കുക. അപ്പം നമുക്ക് പഴശ്ശിരാജ അറിയപ്പെടുന്ന 2-3 പേരുകൾ പറയാം. കേരള സിംഹം, അതുപോലെ തന്നെ പൈച്ചി രാജ, കെട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി കേരള സിംഹം എന്ന് പറയുന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. നേരത്തെ നമ്മൾ KM പണിക്കരുടെ ഒരു പുസ്തകം പറഞ്ഞു, ഏതായിരുന്നു? ഹിസ്റ്ററി ഓഫ് കേരള എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത പുസ്തകമാണ് ഇത് കേരള സിംഹം എന്ന് പറയുന്നത്. അതും KM പണിക്കരുടെ പുസ്തകമാണ്. KM പണിക്കരുടെ ഈ പുസ്തകത്തില് പഴശ്ശിരാജയുടെ അന്ത്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തു എന്നതാണ് കേട്ടോ. ഇത് ഏതോ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹത്തിനെ വധിക്കുകയല്ല, ആത്മഹത്യയാണ് അങ്ങനെ അദ്ദേഹം ചെയ്തത് എന്നാണ് കേരള സിംഹം എന്ന് പറയുന്ന നോവലില് KM പണിക്കർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വേലുത്തമ്പിയും അതുപോലെ തന്നെ പാലിയത്തച്ഛനെയും പറ്റി നോക്കാം. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെ തുടർന്നാണ് ദിവാനായ വേലുത്തമ്പിയും അതുപോലെ തന്നെ പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. അപ്പൊ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെടാൻ തുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം ഉന്നയിച്ചവരാണ് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. 1809 ജനുവരി 11 എന്ത് സംഭവിച്ചത്? കുണ്ടറ വിളംബരം നടത്തുന്നത്. ആരാണ് നടത്തിയത്? വേലുത്തമ്പി തളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വിളംബരമായിരുന്നു എന്ത്? കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഡേറ്റും വർഷവും ഒക്കെ ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇതേ തുടർന്ന് എന്ത് ചെയ്തു? തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സൈന്യം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് റെസിഡന്റായ മെക്കാളയുടെ ഔദ്യോഗിക വസതി ആക്രമിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ബ്രിട്ടീഷ് സൈന്യത്തെ ചേർത്ത് നിൽക്കാൻ ഇവർക്കായില്ല. ഇതേ തുടർന്ന് വേലുത്തമ്പി ദളവ എന്ത് ചെയ്യാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഏത് ക്ഷേത്രത്തിൽ വെച്ചാണ്? മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തോടുള്ള ദേഷ്യം കാരണം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന്റെ ശവശരീരം എന്ത് ചെയ്തു? തിരുവനന്തപുരത്തെ കണ്ണൻ മൂലയിൽ കെട്ടിത്തൂക്കുകയുണ്ടായി. അതുപോലെ പാലിയത്തച്ഛനെ എന്ത് ചെയ്തു? മദ്രാസിലേക്ക് നാട് കടത്തി. പാലിയത്തച്ഛനെ എങ്ങോട്ടേക്കാണ് നാട് കടത്തുന്നത്? മദ്രാസിലേക്കാണ് നാട് കടത്തുന്നത് കേട്ടോ. ശവശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? കണ്ണമൂലയിലാണ്. ആത്മത്യാഗം ചെയ്തത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണടിയിലാണ്. അത് ഓരോ സ്ഥലങ്ങളും ഓർത്തിരിക്കുക. ഇനി മണ്ണടിയിലെ വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകം. പ്രതിമയും സ്മാരകവും വേലുത്തമ്പിയുടെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമാകുന്നതിനെ പറ്റിയിട്ട് നോക്കാം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാർ വന്നു, ഒരുപാട് സാധനങ്ങൾ കയറ്റുമതി ചെയ്തു, കുറെ സാധനങ്ങൾ അവർ ഇറക്കുമതി ചെയ്തു. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം. ഇവിടെ നിന്ന് കൂടുതലും കയറ്റുമതി ചെയ്ത കാര്യങ്ങൾ നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, അതുപോലെ ഇരുമ്പായിര്. അവർക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്തു. ഇനി കൊണ്ടുപോയതിന് തുണിത്തരങ്ങളും അതുപോലെ തന്നെ മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവ എന്ത് ചെയ്തു? ഇറക്കുമതി ചെയ്തു. അപ്പം ഇത് കയറ്റുമതി ചെയ്ത കാര്യങ്ങളിൽ കുറച്ചെങ്കിലും എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതുപോലെ വ്യാപാര നിയമങ്ങൾ എന്ത് ചെയ്തു? ഇവര് ഭേദഗതി ചെയ്യുകയുണ്ടായി. ഇപ്പൊ വ്യാപാരങ്ങൾ എന്തൊക്കെ നടത്തണം, ഇവിടുത്തെ വ്യാപാരങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുവന്നതിനെയൊക്കെ തുടർന്ന് വ്യാപാര നിയമങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് അനുകൂലമായിട്ട്, ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഭേദഗതി ചെയ്തു. ഇവിടെ കൂടുതൽ കച്ചവടങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഏകീകരിച്ച നാണയ വ്യവസ്ഥ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതുപോലെ തന്നെ അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. അതേപോലെ വ്യവസായമൊക്കെ വ്യാപാരമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് എന്ത്? ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. ഇതേ തുടർന്ന് പാലങ്ങളും റോഡുകളും റെയിൽപാതകളും ഒക്കെ പണി കഴിപ്പിച്ചു. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ തുറമുഖങ്ങൾ വികസിപ്പിച്ചു.
അപ്പോൾ കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ എന്നീ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും ഗതാഗത സൗകര്യങ്ങൾ കൊണ്ടുവന്നു. വ്യാപാര നിയമങ്ങൾ ഭേദഗതി ചെയ്തു. അതുപോലെ ഏകീകരിച്ച നാണയ സമ്പ്രദായം കൊണ്ടുവന്നു. അളവ് തൂക്ക സമ്പ്രദായം കൊണ്ടുവന്നു. ഇതെല്ലാം അവരുടെ ബ്രിട്ടീഷുകാരുടെ വ്യവസായത്തെ കേരളത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെടുത്താം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇവിടെ റെയിൽപാത വരുന്നത്. അപ്പൊ ആദ്യത്തെ റെയിൽപാത ഏതാണ്? ബേപ്പൂര് മുതൽ തിരൂര് വരെയാണ് ആദ്യത്തെ റെയിൽപാത എന്ന് പറയുന്നത്. എന്നാണ് വന്നത്? 1861 കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് കേട്ടോ ബ്രിട്ടീഷുകാർ. 1861 ആ ഡേറ്റ് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയിൽ എന്നാണ് വന്നത്? 1853 ആണ് ഇന്ത്യയിൽ വരുന്നത്. അപ്പം ഇന്ത്യയിൽ വന്നത് 53-ലും കേരളത്തിൽ വരുന്നത് 1861-ലുമാണ്. ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബാക്കി നോക്കാം. ബ്രിട്ടീഷുകാർ വന്നതിനെ തുടർന്ന് കേരളത്തിലെ ഭൂബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെ പറ്റി നമുക്ക് നോക്കാം. പ്രാദേശിക നാടുവാഴികളെയും അതുപോലെ തന്നെ ജന്മിമാരെയുമാണ് ബ്രിട്ടീഷുകാർ ഭൂ ഉടമകളായി നിയമിച്ചത്. ഇവരെന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാർ മുൻകൂട്ടി നിയമിച്ച ഒരു നികുതി എന്ത് ചെയ്യണം? കൊടുക്കുക വേണം ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ ഇതിനെ തുടർന്ന് എന്താണ്? നാടുവാഴികളും ജന്മിമാരും ഒക്കെ എന്ത് ചെയ്തു? അധിക നികുതി കർഷകന്മേലും കുടിയാന്മാരുടെയും മേല് ചുമത്തുകയും അവരതിൽ നിന്നും പണം സമ്പാദിക്കുകയൊക്കെ ചെയ്തു. ഇതേ തുടർന്ന് മലബാറിലുണ്ടായ കർഷക ലഹളകളാണ് നമ്മൾ മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ മാപ്പിള കലാപങ്ങളെ എല്ലാം കൂടി പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷനായിരുന്നു ഏത്? ലോഗൻ കമ്മീഷൻ, വില്യം ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ ലോഗൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. അപ്പം മലബാർ കുടിയായ്മ നിയമം നിലവിൽ വരുന്ന എന്നാണ്? 1929 ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് വന്നത്? ലോഗൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് വരുന്നത്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തന്നെ ഭൂ ഉടമ ബന്ധത്തിൽ മാറ്റം വരുത്തിയിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരവക ഭൂമി അല്ലെങ്കിൽ സർക്കാർ വക ഭൂമിയായിട്ടാണ് മാറ്റിയത്. ഈ പണ്ടാരവക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ട് സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചു. ഈ 1865 പുറപ്പെടുവിച്ച വിളംബരത്തിന് അറിയപ്പെടുന്നതാണ് എന്ത്? പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. 1865 തിരുവിതാംകൂർ രാജാവായിരുന്നു ആര്? ആയില്യം തിരുനാൾ എന്ന് പറയുന്നത് അദ്ദേഹമാണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1896 ശ്രീ മൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് എന്ത് പാസ്സാക്കുന്നത്? ജന്മി കുടിയാന്മ നിയമം പാസ്സാക്കുന്നത്. അപ്പൊ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നതാണ് ഏതൊക്കെ? പണ്ടാരപ്പാട്ട വിളംബരം 1865 അതുപോലെ തന്നെ ജന്മി കുടിയാൻ നിയമം 1896. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ ഉണ്ടെങ്കിലും നികുതി ഭാരം മുഴുവൻ ആരുടെ കയ്യിലായിരുന്നു? പാവപ്പെട്ട കുടിയാന്മാരുടെ കയ്യിലായിരുന്നു നികുതി ഭാരം മുതൽ. അപ്പൊ അവിടെ കുടിയാന്മാർക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല തിരുവിതാംകൂറിലും. അങ്ങനെ ഇത് പിന്നീട് കൊച്ചിയിൽ പറയുകയാണെങ്കിൽ 1914 കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്. അപ്പൊ 3 കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. തിരുവിതാംകൂറിൽ 1865 പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം നിലവിൽ വരുന്നത്, മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം എന്ന് പറയുന്നത്. മലബാറിൽ 29, കൊച്ചിയിൽ 14, തിരുവിതാംകൂറിൽ 1865 നിയമം പണ്ടാരപ്പാട്ട. ഇനി ജന്മി കുടിയാൻ നിയമമാണ് ചോദിക്കുന്നതെങ്കിൽ 1896. 2 ഡേറ്റും ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. നമ്മുടെ കൃഷി മേഖലയിലും വാണിജ്യവൽക്കരണത്തെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് തോട്ട വ്യവസായത്തിനായിരിക്കും കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നത്. അപ്പൊ ഇവർ കേരളത്തിലുണ്ടായിരുന്ന തോട്ട വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവയായിരുന്നു കേരളത്തിലുണ്ടായിരുന്ന തോട്ട വ്യവസായം അല്ലെങ്കിൽ തോട്ടകൃഷി എന്ന് പറയുന്നത്. അങ്ങനെ നെല്ലുൽപാദനം എന്ത് ചെയ്തു? ഇവിടെ കുറഞ്ഞു. അതിന് ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഇതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മരച്ചീനി നമ്മളിവിടെ കൂടുതലധികം കൃഷി ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം മരച്ചീനി കൃഷി കൂടുതലായിട്ടും വ്യാപിപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കീഴിലായിരുന്നു? വിശാഖം തിരുനാളിന്റെ ആ ഒരു സമയത്താണ് നമ്മൾ മരച്ചീനി കൃഷി കൂടുതലായിട്ടും വ്യാപിച്ചിരുന്നത്. അപ്പൊ മരച്ചീനിയാണ് നമ്മൾ ഭക്ഷ്യക്ഷാമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ധാന്യം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തോട്ടവിളകളായിരുന്നു ഇവിടെ കൂടുതലായിട്ടും ഉൽപ്പാദിപ്പിച്ചിരുന്നത്. കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നീ തുടങ്ങിയവ. ഇനി ബ്രിട്ടീഷുകാർക്ക് ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? കപ്പൽ വേണം. അപ്പൊ കപ്പലുകൾ നിർമ്മിക്കാനായിട്ടുള്ള തേക്ക് മരങ്ങൾ ആവശ്യമായതിനാൽ കേരളത്തിൽ എന്ത് ചെയ്തു? തേക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കളക്ടറായിട്ടുള്ള ഹെൻറി വാലന്റൈൻ കനോലിയുടെ
നേതൃത്വത്തിൽ അദ്ദേഹത്തിന് കമ്പനി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹം എന്ത് ചെയ്തു, നിലമ്പൂരിനടുത്ത് 1500 ഏക്കറിൽ എന്ത് ചെയ്തു, തേക്കുകൾ വെച്ച് പിടിപ്പിച്ചു. ഇതാണ് പിന്നീട് കനോലി പ്ലാന്റ് എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. അപ്പൊ കനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കിൻ തോട്ടമൊക്കെ നിർമ്മിക്കുകയുണ്ടായി. അപ്പൊ തേക്കിൻ തോട്ടം ചുമ്മാതെ അങ്ങ് നിർമ്മിക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള ബാക്കിയുള്ള വ്യവസ്ഥകളെല്ലാം എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ നോക്കി. ഈ പറയുന്ന തോട്ടം വ്യവസായത്തിന് തിരുവിതാംകൂറിലെയും അതുപോലെ തന്നെ കൊച്ചിയിലെയും ഭരണാധികാരികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാടധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ്, വനഭൂമി വൻതോതിൽ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകുകയും തോട്ടങ്ങളിലേക്ക് ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് മാറുകയുണ്ടായി. അപ്പോൾ ഇനി നമുക്ക് തോട്ട വ്യവസായത്തിന്റെയും അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായത്തിന്റെയും വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. തോട്ട വ്യവസായങ്ങൾ വളർന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, പരമ്പരാഗത വ്യവസായത്തിനും ചെറിയ വളർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറികൾ ആരംഭിക്കുകയുണ്ടായിട്ടുണ്ട്. തോട്ട വ്യവസായങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടറികൾ നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വികസിച്ച പരമ്പരാഗത വ്യവസായങ്ങളാണ് ഏതൊക്കെ, നാളികേരം, കയറ്, കശുവണ്ടി, കൈത്തറി, ബീഡി എന്നിവ. ഏതൊക്കെയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാക്കി പഠിക്കാം. എണ്ണയാട്ട് മില്ലുകൾ കേരളത്തിൽ എന്ത് ചെയ്തു, വ്യാപകമായി. അതിൽ ഏറ്റവും പ്രസിദ്ധമാണ് ഏത്, വെളിച്ചെണ്ണ വ്യവസായത്തിൽ പ്രസിദ്ധമായ സ്ഥലമാണ് ആലപ്പുഴ. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. വെളിച്ചെണ്ണ വ്യവസായത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എവിടെയാണ്, ആലപ്പുഴയിലാണ്. അതുപോലെ തന്നെയാണ് കയർ ഫാക്ടറി എവിടെയാണ്, ആലപ്പുഴയിലാണ് കയർ ഫാക്ടറി എന്ന് പറയുന്നത്. അതെന്നാണ് നിലവിൽ വന്നത്, ആദ്യത്തെ കയർ ഫാക്ടറി 1859 ആദ്യത്തെ കയർ ഫാക്ടറി നിലവിൽ വരുന്നത്. ഇനി അതുപോലെ കശുവണ്ടി ഫാക്ടറിയുടെ ആസ്ഥാനം എവിടെയാണ്, കൊല്ലമായിരുന്നു കശുവണ്ടി ഫാക്ടറി എന്ന് പറയുന്നത്. അതുപോലെ ഓട് ഫാക്ടറികൾ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂരിലെ ഒല്ലൂർ എന്നിവിടങ്ങളിലാണ് ഓട് കമ്പനികൾ ഉണ്ടായിരുന്നത്. ഇനി കൈത്തറി വ്യവസായത്തിന് പ്രസിദ്ധം എവിടെയൊക്കെയായിരുന്നു, കണ്ണൂരും കോഴിക്കോടുമാണ് കൈത്തറിയുടെ നിർമ്മാണശാലകൾ ആരംഭിച്ചത്. ഇനി ബീഡി വ്യവസായം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ. ഇത്രയും സാധനങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. വെളിച്ചെണ്ണ വ്യവസായം ആലപ്പുഴ, കയർ ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചാലും ആലപ്പുഴ, കശുവണ്ടി ആണെന്നുണ്ടെങ്കിൽ കൊല്ലം, ഓട് കമ്പനികൾ ഫറോക്ക്, കൊല്ലം, ഒല്ലൂര്. അതുപോലെ കൈത്തറി നിർമ്മാണശാലകൾ കണ്ണൂരും കോഴിക്കോടുമാണ്. ബീഡി വ്യവസായം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണൂരിലാണ്. ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ മേഖലയാണ് കേട്ടോ. അത്രയും പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇതോടൊപ്പം ആധുനിക വ്യവസായങ്ങളും എന്ത് ചെയ്തു, കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് സ്ഥാപിച്ചത്. തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിട്ടായിരുന്നു ഇതൊക്കെ സ്ഥാപിച്ചത്. ഭൂരിഭാഗവും മലബാറിൽ അത്രയും ഇല്ലെങ്കിലും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു കൂടുതൽ. ബ്രിട്ടീഷുകാർ വ്യവസായിക ശാലകൾക്കായി സാമ്പത്തിക സഹായങ്ങൾ നൽകി. അപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായങ്ങളൊക്കെ ഇവിടെ ഈ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. കാരണം കൂടുതലും അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്ക് തന്നെയാണ്, ബ്രിട്ടീഷുകാർക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സഹായിച്ചിരിക്കും. അപ്പോൾ പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച കൂട്ടാനായിട്ട് പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിച്ചത് കാരണമാവുകയുണ്ടായി. അതുപോലെ തന്നെ ബാക്കിയുള്ള വ്യവസായങ്ങളാണ് ഏതൊക്കെ, പുനലൂർ പേപ്പർ മിൽസ് എവിടെയാണ് ആസ്ഥാനം, കൊല്ലമാണ്. കളമശ്ശേരി ഫാക്ട് എവിടെയാണ്, എറണാകുളം. ഫാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം. കുണ്ടറ സെറാമിക്സ് കൊല്ലമാണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരമാണ് കേട്ടോ. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരമാണ്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചിയാണ്. അതുപോലെ അളഗപ്പ തുണിമില്ല് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയാണ്. ഇത് ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. വ്യവസായങ്ങൾ എന്ത് ചെയ്തു, മുന്നേറിയതോടുകൂടി നമുക്ക് ബാങ്ക് സേവനങ്ങളും ആ സമയത്ത് ആവശ്യമായി വന്നു. അങ്ങനെ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെടുങ്ങാടി ബാങ്കാണ് കേട്ടോ. അതിനെ തുടർന്ന് ഇമ്പീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേഡ് ബാങ്ക് എന്നിവയും രൂപം കൊണ്ടു. അപ്പൊ ഇമ്പീരിയൽ ബാങ്കാണ് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. അപ്പൊ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നെടുങ്ങാടിയാണ് ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറോപ്യന്മാരുടെ വരവോടെയാണ് കേരളത്തിൽ അച്ചടി ആരംഭിച്ചത്. അപ്പോൾ യൂറോപ്യന്മാർ വന്നതോടുകൂടിയാണ് അച്ചടി ആരംഭിക്കുന്നത്. മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുകളും തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ആരാണ്, ജെസ്യൂട്ട് മിഷണറിമാരാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്, ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് തയ്യാറാക്കിയത്. മലയാള ഭാഷയിലെ ആദ്യത്തെ നിഘണ്ടു രൂപകൽപ്പന നടത്തിയത് അർണോസ് പാതിരിയാണ് കേട്ടോ. നിഘണ്ടു അർണോസ് പാതിരിയും വ്യാകരണ ഗ്രന്ഥം രചിച്ചത് ആഞ്ചലോസ് ഫ്രാൻസിസുമാണ്.
ഇനി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. പലവട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മിഷണറിമാരായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു. അപ്പം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയതാരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. എന്നാൽ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ടാണ്. അപ്പൊ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി തയ്യാറാക്കിയതാരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ്. അതുപോലെ ഹെർമൻ ഗുണ്ടട്ടിന്റെ തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ പത്രങ്ങളാണ് ഏതൊക്കെ? രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ. ഇവയാണ് എന്ത്? മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം. അത് ആരാണ് പ്രസിദ്ധീകരിച്ചത്? ഹെർമൻ ഗുണ്ടട്ടാണ്. തലശ്ശേരിയിൽ നിന്നുമാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കേട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഓരോ മിഷണറിമാരും അവരുടെ പ്രവർത്തന മേഖലയുമാണ്. ലണ്ടൻ മിഷണറി, അല്ലെങ്കിൽ നമ്മൾ LMS എന്ന് പറയുന്നത്, അവർ തിരുവിതാംകൂറിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. CMS അഥവാ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും രണ്ടിടത്തും ഉണ്ടായിരുന്നു CMS എന്ന് പറയുന്നത്. ഇനി ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM എന്ന് പറയുന്നത് മലബാറിലാണ് കൂടുതലും അവർ പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഈ ഒരു ടേബിള് നന്നായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. പലവട്ടം ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതായിരുന്നു മിഷണറിമാരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. അവർ ജാതിയോ മതമോ ഒന്നും നോക്കാതെയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് കൊച്ചിയിലും തിരുവിതാംകൂറിലും ഭരണാധികാരികൾ ഈ മിഷണറിമാർക്ക് ഭൂമി എന്ത് ചെയ്തിട്ടുണ്ട്? ദാനമായി നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. തിരുവിതാംകൂറിന്റെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. അപ്പൊ ഇതേ തുടർന്നാണ് തിരുവിതാംകൂർ ഭരണാധികാരിയായ ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. അപ്പൊ എന്നാണ് പുറപ്പെടുവിച്ചത്? 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗൗരി പാർവതി ഭായി ആണ് കേട്ടോ. പാർവതി ഭായി ആണ് എന്ത് ചെയ്തത്? സൗജന്യമാക്കുന്ന, വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന. അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കാം. ഏകീകൃത ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ. അപ്പം ഇതേ തുടർന്ന് എന്തായി? ഏകീകൃത ശിക്ഷയാകുമ്പോഴത്തേക്ക് എന്താണ്? ജാതിക്ക് അതീതമായിട്ട് എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായി എന്നുള്ളത് ഒരു സംവിധാനം കൂടെ വന്നു നമുക്ക്. അങ്ങനെ അതിനെ തുടർന്ന് കോടതികളൊക്കെ സ്ഥാപിക്കാനായിട്ട് തുടങ്ങി. നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ എന്ത് തരത്തിലുള്ള ശിക്ഷയായിരുന്നു? ഓരോരുത്തർക്കും ഓരോ ജാതി ബേസ് ആയിരുന്നു നമുക്ക് ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നത് എന്നറിയാലോ. അപ്പൊ അതെല്ലാം മാറ്റിയിട്ട് ഏകീകൃത ശിക്ഷാരീതികൾ കൊണ്ടുവരികയും കോടതികളൊക്കെ സ്ഥാപിക്കുകയും ചെയ്തു. ഇനി ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. അതേ തുടർന്ന് വസൂരി തടയുന്നതിന് കുത്തിവയ്പ് ആദ്യമായി എടുക്കുകയുണ്ടായി. അതെവിടെയാണ് ആദ്യമായിട്ട് കുത്തിവയ്പ് എടുത്തത്? മലബാറിലാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വസൂരി തടയുന്നതിന് കുത്തിവയ്പ് ആദ്യമായി എടുത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാറാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മരുമക്കത്തായ സമ്പ്രദായത്തെ ആ സമയത്ത് വിദ്യാഭ്യാസം നേടിയവർ എന്ത് ചെയ്തു? എതിർക്കുകയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതെടുക്കാൻ ഒരുപാടധികം സഹായിക്കുകയും ചെയ്തു. അങ്ങനെ മക്കത്തായ സമ്പ്രദായം വരികയും കൂട്ടുകുടുംബം അതുപോലെ തന്നെ തറവാട് എന്നിവയ്ക്കൊക്കെ തകരുകയും ഉണ്ടായി. അപ്പൊ ഇത് എന്താണ്? കേരളത്തിന്റെ സമൂഹത്തെ ഒരുപാടധികം ആധുനികവൽക്കരിക്കാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ. നമുക്ക് സാമൂഹ്യ മുന്നേറ്റങ്ങളെ പറ്റിയിട്ട് പഠിക്കാം. ഈ കേരളത്തിലുണ്ടായ സാമൂഹ്യ മുന്നേറ്റങ്ങളാണ് നോക്കുന്നത്. കേരളം ഒരു പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സ്വാമി വിവേകാനന്ദനാണ്. എല്ലാവർക്കും അറിയാമല്ലോ. 19ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ അവസ്ഥ കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പരാമർശിച്ചത്. ഇനി കുറച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളുമാണ്. സമത്വ സമാജം രൂപീകരിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം രൂപീകരിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്ഥാനം, ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമത്വ സമാജമാണ്. 1836 ഇത് സ്ഥാപിതമാവുന്നത് കേട്ടോ. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത്. ഇനി ചട്ടമ്പി സ്വാമികൾ എന്താണ്? കൂട്ടുകുടുംബ വ്യവസ്ഥ, അതുപോലെ തന്നെ സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ വ്യക്തിയാണ് ചട്ടമ്പി സ്വാമി എന്ന് പറയുന്നത്. ഇനി ശ്രീനാരായണ ഗുരുവാണ് എന്ത് സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP എന്ന് പറയുന്നത്. എന്നാണ് സ്ഥാപിച്ചത്? 1903 സ്ഥാപിക്കുന്നത്. 1903 മെയ് 15 സ്ഥാപിക്കുന്നത്. ഇതിന്റെ പ്രസിദ്ധീകരണമായിരുന്നു ഏത്? വിവേകോദയം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രസിദ്ധീകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണ് കേട്ടോ. രണ്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇനി
അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അപ്പോൾ ചാവറ അച്ഛൻ എന്ന് പറയുന്നത് പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അപ്പോൾ പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുര്യാക്കോസ് ഏലിയസ് ചാവറയാണ്, അഥവാ ചാവറ അച്ഛനാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. എന്നാണ് സ്ഥാപിച്ചത്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. ഇനി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1920 സ്ഥാപിക്കുന്നത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഇതും എന്നാണ് 1917 സ്ഥാപിച്ചത് കേട്ടോ. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. സഹോദര സംഘം സ്ഥാപിക്കുന്നതും 1917 സഹോദര സംഘം പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് ആരംഭിച്ചത്. ഇനി അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പനാണ്. നമ്മുടെ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച 1907 തന്നെയാണ് അരയ സമാജവും സ്ഥാപിക്കപ്പെടുന്നത്. നായർ സർവീസ് സൊസൈറ്റി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. NSS രൂപീകൃതമായത് 1914 രൂപീകൃതമാകുന്നത്. ഇതിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K കേളപ്പനാണ്. സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്നത്ത് പത്മനാഭൻ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചതാരാണ്? കുമാര ഗുരുദേവനാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നതാണ് ഏത്? പൊയ്കേൽ യോഹനാൻ എന്ന് പറയുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമായത് എന്നാണ്? 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിതമാകുന്നത്. SNDPയുടെ മുഖപത്രം എന്ന് പറയുന്നത് വിവേകോദയമാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെത് സാധുജന പരിപാലനിയാണ് മുഖപത്രം എന്ന് പറയുന്നത്. ആത്മവിദ്യാ സംഘത്തിൻ്റെതാണെങ്കിൽ അഭിനവ കേരളമാണ് കേട്ടോ. അഭിനവ കേരളമാണ് മുഖപത്രം എന്ന് പറയുന്നത്. സഹോദര പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ എന്ന് പറയുന്നത്. ഇനി നായർ സർവീസ് സൊസൈറ്റിയുടെ മുഖപത്രം എന്താണ്? സർവീസസ് എന്നാണ് പറയുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ചതാണ് ഏത്? നായർ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതും ചോദിച്ചിട്ടുള്ളതാണ്, അതൊന്ന് ഓർത്തിരിക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്തായിരുന്നു? മംഗളോദയമാണ് യോഗക്ഷേമ സഭയുടെ മുഖപത്രം എന്ന് പറയുന്നത്. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അഥവാ PRDS എന്ന് പറയുന്നതിന്റെ മുഖപത്രം എന്ന് പറയുന്നത് അതിയാർ ദീപമാണ് കേട്ടോ. അതിയാർ ദീപമാണ് PRDSന്റെ മുഖപത്രം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് വേറൊരു പേപ്പറിലോട്ട് എഴുതിയെടുത്തിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. മുഖപത്രങ്ങൾ അധികം 1-2 ചോദിച്ചിട്ടുണ്ട്. വിവേകോദയമൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നായർ സർവീസ് സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭങ്ങളാണ് ഏത്? ചാന്നാർ സ്ത്രീകൾ നടത്തിയ പ്രക്ഷോഭങ്ങളാണ് ചാന്നാർ കലാപം എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ഇത് ചാന്നാർ കലാപത്തെ തുടർന്ന് ജാക്കറ്റും അതായത് നമ്മുടെ ബ്ലൗസും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് ലഭിച്ചു. ഇത് അനുവദിച്ചു കൊടുത്തത് ആരാണ്? ഉത്രം തിരുനാൾ മഹാരാജാവാണ് ഇത് അനുവദിച്ചു കൊടുത്തത്. എന്നാണ് അനുവദിച്ചത്? 1859 അംഗീകരിക്കുന്നത് കേട്ടോ. 1859 ജൂലൈ 26 ഇദ്ദേഹം അംഗീകരിക്കുന്നത് കേട്ടോ. 26 അംഗീകരിച്ചത്. എന്നാൽ ഒന്നാം ചാന്നാർ ലഹള നടന്നത് എന്നാണ്? 1822 ഒന്നാം ചാന്നാർ ലഹള നടക്കുന്നത്. അത് വൈകുണ്ഠ സ്വാമികളാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയാണ്. എന്നാണ് നടത്തിയത്? അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ 1888 ഈ ഡേറ്റ് പലവട്ടം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് എന്നാണ് നടത്തിയത്? 1888 നടത്തിയത്. അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യുവാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്കും കൂടിയാണ് എന്നത് സമൂഹത്തിലേക്ക് മുന്നോട്ട് വെച്ചത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെയാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് എന്ത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് കൃതികളാണ് ഏതൊക്കെ? ദൈവദശകങ്ങൾ, അതുപോലെ തന്നെ ആത്മോപദേശ ശതകം എന്നീ പറയുന്നത്. അതിൽ ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, അപരനും സുഖത്തിനായി വരയണം എന്ന് പറയുന്ന ഏത് കൃതിയിലുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മോപദേശ ശതകത്തിലെയാണ് വരികളാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ ഉദ്ധരണിയാണ് ഏത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് പറഞ്ഞത് ആരാണ്?
ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ് ഏത്? വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയുവാനും അറിയിക്കുവാനും വേണ്ടിയാണ് എന്ന പ്രഖ്യാപനം നടത്തിയത് ആലുവയിലെ സർവമത സമ്മേളനത്തിലാണ്. എന്നാണ് ആലുവയിലെ സർവമത സമ്മേളനം നടന്നത്? 1924 നടന്നത് കേട്ടോ. 1924 സർവമത സമ്മേളനം ആലുവയിൽ വെച്ചിട്ടാണ് നടന്നത് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് ഓർത്തിരിക്കുക. ഇനി വൈക്കം സത്യാഗ്രഹം എന്താണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 നടന്നത്. നമ്മുടെ 2024 ആയപ്പോൾ 100 വർഷം തികഞ്ഞു. അപ്പൊ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 603 ദിവസം നീണ്ടു നിൽക്കുന്ന സത്യാഗ്രഹമായിരുന്നു ഏത്? വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? ടി.കെ. മാധവൻ. നമ്മുടെ കാക്കനാട് സെക്ഷനിൽ അയിത്തോച്ചാടനത്തിനെതിരെ പ്രമേയം അവതരിപ്പിച്ച ടി.കെ. മാധവന്റെ നേതൃത്വത്തിലാണ് ഏത്? വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇതിൽ മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു? സവർണ ജാഥ നയിച്ചു. സവർണ ജാഥ എന്നാണ് നടന്നത്? 1924 നവംബർ 1 സവർണ ജാഥ എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. നവംബർ 1 സവർണ ജാഥ നയിച്ചത്. അപ്പൊ മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇതാണ് ഏത്? എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണർക്കും അനുവദിക്കണം എന്ന് പറഞ്ഞാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊതുവഴി എല്ലാവർക്കും തുറന്നു കൊടുക്കുകയായിരുന്നു. കിഴക്കേ നട ഒഴിച്ച് ബാക്കി എല്ലാ വഴികളും എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കേണ്ടായി. ഇനി അടുത്ത സത്യാഗ്രഹമാണ് ഏത്? ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദു മതക്കാർക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹമാണ് ഇത് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. കെ കേളപ്പനായിരുന്നു എന്ത് ചെയ്തിരുന്നത്? നേതൃത്വം നൽകിയിരുന്നത്. വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? A.K. ഗോപാലനായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഗുരുവായൂർ ക്ഷേത്രം മണിയടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P. കൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ക്രൂരമർദ്ദനമൊക്കെ ഏറ്റിട്ടുണ്ട്. ഇനി എന്നാണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. ശ്രീ ചിത്രനിർനാളിന്റെ 25ാം പിറന്നാളിനോടനുബന്ധിച്ച് 1936 നവംബർ 12 തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. ഇതേ തുടർന്ന് എന്ത് ചെയ്തു? നമ്മുടെ കൊച്ചിയിലും അതുപോലെ തന്നെ മലബാറിലും എന്ത് ചെയ്തു? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഏത്? 1936 നവംബർ 12 എന്ന് പറയുന്നത്. മലബാറിൽ 1947 ജൂൺ 2 കൊച്ചിയിൽ എന്ന് പറയുന്നത് 1947 ഡിസംബർ 20 വന്നത്. നമുക്ക് ബാക്കി നോക്കാം. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മലബാറിൽ എങ്ങനെയാണ് ദേശീയ നേതാക്കളൊക്കെ രൂപീകരിക്കുന്നത്, എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് നോക്കാം. 1ാം ലോകയുദ്ധം കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നത്. അപ്പൊ മലബാർ ജില്ലാ കോൺഗ്രസ് രൂപീകരിക്കുന്നു. അതിന്റെ പ്രഥമ സമ്മേളനം എന്ന് പറയുന്നത് എന്താണ്? 1916 പ്രഥമ സമ്മേളനം. ആനി ബസന്റ് ആയിരുന്നു അധ്യക്ഷ എന്ന് പറയുന്നത്. പാലക്കാട് വെച്ചാണ് ഇത് നടന്നത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 3 ഡീറ്റെയിൽസും പഠിച്ചു വയ്ക്കുക. പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ചാണ് നടന്നത്. അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. ആ സമയത്തെ കോൺഗ്രസിലെ നേതാക്കളാണ് ആരൊക്കെ? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, K മാധവൻ നായർ, അതുപോലെ ഈ മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരൊക്കെ ആ സമയത്തെ കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളായിരുന്നു മലബാറിലെ. ഇനി 1920 എന്ത് ചെയ്തത്? മഞ്ചേരിയിലെ അവസാനത്തെ സമ്മേളനം. മൊത്തത്തിൽ 5 സമ്മേളനമായിരുന്നു ഈ മലബാർ ജില്ലാ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. പ്രഥമ സമ്മേളനം പാലക്കാടും അവസാനത്തെ സമ്മേളനം മഞ്ചേരിയിലുമാണ് നടന്നത്. അപ്പൊ മഞ്ചേരി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഭരണപരിഷ്കാരം, കുടിയാൻ പ്രശ്നം, അതുപോലെ ഖിലാഫത്ത് എന്നിവയായിരുന്നു മഞ്ചേരിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇനി 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട് എത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ചു. അപ്പൊ ഗാന്ധിജിയോടൊപ്പം കോഴിക്കോട് എത്തിയത് ആരാണ്? ഷൗക്കത്ത് അലിയാണ് കോഴിക്കോട് എത്തുന്നത്. അപ്പം എന്താണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയുമായി ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ ഖിലാഫത്ത് കമ്മിറ്റി മലബാറിൽ രൂപീകരിച്ച ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും സെക്രട്ടറിയാണ് ആര്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ തുടർന്ന് ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിൽ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുകയും ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിൽ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുകയും ചെയ്തു. ഏതൊക്കെ താലൂക്കുകളിലാണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് കൂടുതലും ശക്തമായ പോരാട്ടങ്ങൾ ഉണ്ടായത്.
ഇനി ഇത് പോരാട്ടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മലബാർ കലാപം എന്ന് പറയുന്നത്. 1921 എന്ത് മലബാർ കലാപം നടക്കുന്നത്. 1930കളിൽ നിയമ ലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമായി. അപ്പൊ നിയമലംഘന പ്രസ്ഥാനം എപ്പോഴാണ്? 1930 ശക്തമാവുന്നത്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോടും എന്ത് സംഭവിച്ചു? ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പൊ പയ്യന്നൂര് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനും. കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹ്മാനുമാണ്. PSC എത്ര വട്ടം ചോദിച്ചു എന്ന് PSCക്ക് തന്നെ അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. പയ്യന്നൂരിൽ നേതൃത്വം കൊടുത്തത് ആരാണ് എന്നുള്ളത്. ഇതിനെ തുടർന്ന് നമ്മൾ പറഞ്ഞല്ലോ, നിയമലംഘന പ്രസ്ഥാനത്തെ തുടർന്നിട്ട് വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷോപ്പ് പിക്കറ്റിങ്ങുകൾ, ഖാദി പ്രചരണവും നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് വന്നു. അപ്പൊ എന്തൊക്കെയാണ്? വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷോപ്പ് പിക്കറ്റിങ്, ഖാദി പ്രചരണം. മൂന്നും പഠിച്ചു വെച്ചിരിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, മദ്യഷോപ്പ് പിക്കറ്റിംഗ് നടത്തുക, ഖാദി പ്രചരിപ്പിക്കുക എന്നതായിരുന്നു നിയമലംഘനമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കേരളത്തിൽ നടത്തിയിരുന്ന കാര്യങ്ങൾ. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചു. എന്നാണ് പിൻവലിച്ചത്? 34 പിൻവലിച്ചത്. 1934 എന്താണ്? നമ്മുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയുണ്ടായി. എന്തിന്റെ ഭാഗമായിട്ടാണ്? നിയമലംഘനം ഗാന്ധിജി പിൻവലിച്ചതിനെ തുടർന്നിട്ടാണ്. ഇത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടതെന്നാണ് 1939. EMS, AK ഗോപാലൻ, അതുപോലെ P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് പൂക്കോട്ടൂർ യുദ്ധം എന്താണെന്ന് വേണം ജസ്റ്റ് നോക്കാം. പൂക്കോട്ടിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു എന്നതിനെ തുടർന്നുണ്ടായ കലാപമാണ് പൂക്കോട്ടൂർ കലാപം എന്ന് പറയുന്നത്. 1921 മലബാർ കലാപത്തിന്റെ മുന്നോടി അല്ലെങ്കിൽ കലാപത്തിന് കാരണമായത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂക്കോട്ടൂർ യുദ്ധമാണ് കേട്ടോ. ഇനി കയ്യൂർ സമരം, അതുപോലെ മോഴാറ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘടനകൾ നേതൃത്വത്തിൽ സമരം നടന്നു. അപ്പൊ കർഷക സമരങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യൂർ, മോഴാറ, കരിവള്ളൂർ എന്നിവയാണ് കർഷക സമരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക എന്നിവയായിരുന്നു പ്രവർത്തകർ മലബാറിൽ ചെയ്തുകൊണ്ടിരുന്നത്. ക്വിറ്റ് ഇന്ത്യയുടെ സമരത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന മെയിൻ പ്രക്ഷോഭമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ഫറോക്ക് പാലം തകർത്തത് ആരൊക്കെ ചേർന്നിട്ടാണ്? KB മേനോനും കുഞ്ഞിരാമ കിടാവും കൂടെ ചേർന്നിട്ടാണ് ഫറോക്ക് പാലം ബോംബ് കേസ് തകർക്കാൻ ശ്രമിച്ചത്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ പ്രക്ഷോഭമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. കേരളത്തിലുണ്ടായ കർഷക സമരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയ്യൂർ സമരം, മോഴാറ സമരം, അതുപോലെ കരിവള്ളൂർ സമരം എന്ന് നമുക്ക് പറയാം. നമുക്ക് ചേറ്റൂർ ശങ്കരൻ നായരെ പറ്റിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, എന്താ നോക്കാം. ഇന്ത്യൻ നാഷണൽ INC-യുടെ അധ്യക്ഷ പദവിയിലെത്തുന്ന ഒരേ ഒരു മലയാളിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. 1897 അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷനാകുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം ഇദ്ദേഹം രാജിവെച്ചു കേട്ടോ. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആര്? ജാലിയൻ വാലാബാഗിനെ തുടർന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. നമുക്കറിയാം ഗാന്ധിജിയും ടാഗോറും സരോജിനി നായിഡും ഒക്കെ ജാലിയൻ വാലാബാഗിനെ തുടർന്ന് അവർക്ക് കിട്ടിയ ഓരോ ബഹുമതികൾ രാജിവെക്കുകയുണ്ടായി. അതേപോലെ തന്നെ ചേറ്റൂർ ശങ്കരൻ നായരും എന്ത് ചെയ്തു? വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെക്കുകയുണ്ടായി. ഗാന്ധിയൻ സമര മാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഏത്? ഗാന്ധിയും അരാജകത്വവും. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിജിയും അരാജകത്വവും എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഗാന്ധിജിയുടെ അഭിപ്രായങ്ങളോട് വിയോജിപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിച്ച്കോക്ക് ആണ് കേട്ടോ. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ പോലീസ് മേധാവി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിച്ച്കോക്ക് ആണ് അടിച്ചമർത്തിയത്, മലബാർ കലാപത്തെ അടിച്ചമർത്തിയത്. ഇനി നമ്മൾ മലബാറിലെ കാര്യങ്ങളാണ് നോക്കിയത്. മലബാറിൽ നമ്മൾ പറഞ്ഞു ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടിരുന്നു. അതാണ് അവിടെ കൂടുതലും പ്രകടനങ്ങൾക്ക് ശക്തി വ്യാപിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിലെ വ്യാപനത്തെ തുടർന്നാണ് മലബാറിൽ കൂടുതലും പ്രക്ഷോഭങ്ങൾ ഉണ്ടായത്. ഇനി തിരുവിതാംകൂറിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിച്ചത് 1891 മലയാളി മെമ്മോറിയലിലൂടെയാണ്. അപ്പോൾ മലബാറിൽ നടന്നത്
ഒന്നാം ലോക മഹായുദ്ധ കാലത്തോടെയാണെങ്കിൽ തിരുവിതാംകൂറിൽ നടക്കുന്നത് 1891 മലയാളി മെമ്മോറിയൽ തൊട്ടേ നമുക്ക് തിരുവിതാംകൂറിൽ ഓരോരോ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഇവിടെ നടന്നത്? സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേര് ഒപ്പിട്ട ഒരു നിവേദനമാണ് മഹാരാജാവിന് സമർപ്പിച്ചത്. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പിട്ട വ്യക്തി ആരാണ്? KP ശങ്കരമേനോനാണ് ആദ്യമായിട്ട് ഒപ്പിടുന്നത്. രണ്ടാമത് ബാരിസ്റ്റർ GP പിള്ളയും മൂന്നാമത് ഡോക്ടർ പൽപ്പുവുമാണ് ഒപ്പിടുന്നത് കേട്ടോ. ഇനി മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ആർക്കാണ്? ശ്രീമൂലത്തിനാണ് സമർപ്പിക്കുന്നത്. ശ്രീമൂല മഹാരാജാവിനാണ് സമർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ദിവാൻ ആരായിരുന്നു? തിരുവിതാംകൂറിലെ T രാമറാവു ആണ് കേട്ടോ. T രാമറാവു ആണ് ദിവാൻ എന്ന് പറയുന്നത്. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും മഹാരാജാവിനെ സമർപ്പിച്ചു. 1896 ശ്രീമൂലം തിരുനാൾ തന്നെയാണ്. എന്നാൽ ദിവാൻ എന്ന് പറയുന്നത് ശങ്കര സുബ്ബയ്യാണ് കേട്ടോ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ശങ്കര സുബ്ബയ്യാണ് ദിവാൻ എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് 1900-ലാണ് സമർപ്പിക്കുന്നത്. അത് കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. തിരുവിതാംകൂർ ദിവാന്റെ വിമർശനത്തിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി പത്രം ആരുടേതാണ്? പക്ക മൗലവിയുടേതാണ് സ്വദേശാഭിമാനി പത്രം. അദ്ദേഹത്തിന്റെ പത്രാധിപരായിരുന്നു ഏത്? രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നാടുകടത്തിയത് അവിടങ്ങളിൽ ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നടത്തിയ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്താണ്? സർക്കാർ ഉദ്യോഗങ്ങളിൽ നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണം എന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം 1932. അപ്പൊ തിരുവിതാംകൂറിൽ ഒരു ഉത്തരവാദിത്ത ഭരണം വേണം എന്ന് പറഞ്ഞ് നടന്ന സമരമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നേതൃത്വം കൊടുത്തവരാരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരാണ്. ഇനി 38 എന്ത് ചെയ്തു? പട്ടം താണുപിള്ള പ്രസിഡന്റ് ആയിക്കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചു. അപ്പൊ തിരുവിതാംകൂറിൽ ഒരു ഉത്തരവാദിത്ത ഭരണം രൂപീകരിക്കാൻ വേണ്ടി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1938 രൂപീകരിക്കുന്നത്. ഇനി സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമാണ് ഇത് പുന്നപ്പറ വയലാർ സമരം എന്ന് പറയുന്നത്. സമരത്തോട് തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വന്നു. അപ്പൊ പുന്നപ്പറ വയലാർ സമരത്തിലേക്ക് തൊഴിലാളികളും എന്ത് ചെയ്തു? ഒരുപാടധികം പങ്കെടുക്കുകയുണ്ടായി. അപ്പൊ പുന്നപ്പറ വയലാർ എവിടെയാണ് സ്ഥലം? നമ്മുടെ ആലപ്പുഴയിലാണ് പുന്നപ്പറ വയലാർ എന്ന് പറയുന്നത്. പുന്നപ്പറയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാണ് C കേശവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലാണ് ഇത് പറഞ്ഞത്. അത്രയും ആലോചിക്കുക. അപ്പൊ തിരുവിതാംകൂറിലെ കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമുക്ക് കൊച്ചിയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് നോക്കാം. എന്താണ്? ദിവാനായ ഷൺമുഖം ഷെട്ടി വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെ തുടർന്ന് ഇലക്ട്രിസിറ്റി സമരമുണ്ടായി എന്നാണ് 1936. ഈ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഷൺമുഖൻ ഷെട്ടിയായിരുന്നു ആ സമയത്ത് ദിവാൻ എന്ന് പറയുന്നത്. ഇതേ തുടർന്നാണ് എന്ത്? കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണം വേണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം വേണമെന്ന് പറഞ്ഞ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് 1932. അതേ തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 രൂപീകരിച്ചു. ഇനി കൊച്ചിയിൽ എന്നാണ് രൂപീകരിക്കുന്നത്? 1941 രൂപീകരിക്കുന്നത്. ആരുടെയൊക്കെ? S നീലകണ്ഠ അയ്യർ, അതുപോലെ തന്നെ VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജപ്രജാ മണ്ഡലം രൂപീകരിച്ചതെന്ന് 1941 രൂപീകരിക്കുന്നത്. ഇതിലെ പ്രമുഖ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകരായിരുന്നു ആരൊക്കെ? ഇക്കണ്ട വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ തുടങ്ങിയവരായിരുന്നു ഇതിലെ പ്രധാന പ്രവർത്തകരെന്ന് പറയുന്നത്. കൊച്ചിയിലെ കാര്യം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളെയും പറ്റി നമുക്ക് നോക്കാം. അപ്പം എന്താണ് ദേശീയ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ സമരത്തിൽ എന്താണ് സ്ത്രീകളും ഒരുപാടധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. അവർ പൊതുവെ പ്രക്ഷോഭം നടത്തിയത് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരണം, മദ്യഷോപ്പ് പിക്കറ്റിങ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവയിലൊക്കെ സ്ത്രീ പങ്കാളിത്തം എന്താണ് വളരെയധികം കൂടുതലായിരുന്നു. 31 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിൽ 31 കോൺഗ്രസിലെ വടകര സമ്മേളനത്തിൽ
ഇതിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം എന്തു ചേർന്നു? കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം ഏതാണ്? 31 സമ്മേളനമാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം എന്ന് പറയുന്നത്. മലബാറിൽ എ വി കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കാമ ചെറിയാൻ, ആനി മസ്ക്രിയൻ തുടങ്ങിയവർ എന്ത് ചെയ്തു? ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. അപ്പൊ മലബാറിൽ ആരാണ് നേതൃത്വം നൽകിയത്? എ വി കുട്ടിമാളു അമ്മയാണ്. തിരുവിതാംകൂറിൽ ആരൊക്കെയാണ്? അക്കാമ ചെറിയാനും ആനി മസ്കുറിയനുമാണ് നേതൃത്വം നൽകിയത്. ഇനി കൗമുദി ടീച്ചർ എന്താണ്? ഹരിജന ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഗാന്ധിജിക്ക് സ്വന്തം ആഭരണങ്ങൾ ഊരിക്കൊടുത്ത സ്ത്രീയാണ് ഏതെന്ന് പറയുന്നത്? കൗമുദി ടീച്ചർ എന്ന് പറയുന്നത്. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഐക്യ കേരളത്തിലേക്ക്. കേരളം മൂന്നായി കിടന്നിരുന്ന കേരളം ഒന്നായത് എങ്ങനെ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഒരേ ഭാഷ സംസാരിക്കുന്നുവെങ്കിലും കേരളം എന്താണ്? മലയാളികൾ 3 വ്യത്യസ്ത ഭരണ മേഖലകളായി ഭിന്നിച്ചു കിടക്കുകയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. 1920 നാഗ്പൂർ സെക്ഷനിൽ, INCയുടെ നാഗ്പൂർ സെക്ഷനിലാണ് സംസ്ഥാന ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് ചേർന്ന 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അപ്പൊ ഒറ്റപ്പാലം കോൺഫറൻസ് എന്ന് നമ്മൾ പറയും. 1921 നടന്നത്. ഏപ്രിൽ 23 മുതൽ 26 വരെയാണ് നടന്നത്. ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആന്ധ്ര കേസരി അറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇതേ തുടർന്ന് തിരുവിതാംകൂറും കൊച്ചിയും മലബാർ പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കാമെന്ന് പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ പയ്യന്നൂർ സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? കേരളം ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് രൂപീകരിക്കാമെന്ന് നമ്മൾ പറയുന്നത്. 1928 പയ്യന്നൂർ സമ്മേളനം നടക്കുന്നത്. ഇനി 1947 കേരളത്തിന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. അപ്പം പയ്യന്നൂർ കോൺഗ്രസിന് പുറമെ നമ്മൾ വേറെ ഏതൊക്കെ കൺവെൻഷനിലാണ് ഇത് ഐക്യ കേരളം എന്ന് പറഞ്ഞത്? കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും ആലുവയിൽ ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും നമ്മൾ ഐക്യ കേരള പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ എവിടെയാണ് ഐക്യ കേരള കൺവെൻഷൻ ചേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിലാണ് കേട്ടോ. 47 തൃശ്ശൂരിലാണ് ചേർന്നിട്ടുള്ളത്. ഇനി 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയും സംയോജിപ്പിച്ചുകൊണ്ട് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 1949 ജൂലൈ 1 കേട്ടോ. ജൂലൈ 1 എന്ത് ചെയ്യുന്നത്? തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിക്കുന്നത്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്? 1.25 കോടി മലയാളികൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പാഠത്തിലുള്ള മിക്ക വരികളും സെന്റൻസുകളും ഉൾപ്പെടെ പരീക്ഷ പേപ്പറിൽ പലവട്ടം വന്നിട്ടുള്ളതാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഒന്നുപോലും കളയാനില്ല. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ കാണാതെ പഠിച്ചു വെച്ചേക്കാം. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് എന്തായാലും വരും. നമ്മുടെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകരിച്ചു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അതുപോലെ അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയുണ്ടായി കേട്ടോ. നമ്മൾ കേരളം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറിന്റെ തമിഴ്നാടിന്റെ ആ ഒരു എക്സ്റ്റൻഷനിൽ കിടന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയും തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗ് താലൂക്കും കേരളത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയും കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? കേരളം രൂപീകരിച്ചത്. എന്നാൽ കേരളത്തിലെ ഐക്യ കേരള പ്രതിജ്ഞയായിട്ടുള്ള 3ആയി മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു നാം എന്ന് തുടങ്ങുന്ന ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയതാരാണ്? NV കൃഷ്ണവാര്യർ. ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. NV കൃഷ്ണവാര്യർ ആണ് എന്ത് ചെയ്തത്? ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ എന്ന് പറയുന്നത്. വളരെ വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷേ ഒരു പോയിന്റ് പോലും കളയാനില്ല കേട്ടോ. ഒരു പോയിന്റ് പോലും മാറ്റിവെക്കാനോ കളയാനോ ഒന്നുമില്ല. കുറച്ച് സ്പീഡിലാണ് പോയേക്കുന്നത്. കാരണം അത്രയും ലെങ്ത് ഉള്ള ചാപ്റ്റർ ആയതുകൊണ്ട് പറഞ്ഞ എല്ലാ പോയിന്റുകളും എന്ത് ചെയ്യുക? അതുപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എടുത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞേക്കുന്ന പോയിന്റുകൾ അതുപോലെ തന്നെ ഓർത്ത് വെക്കുക. അറിയാത്ത കാര്യങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക. കേട്ട് പഠിക്കണം എന്നുള്ളവർ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് പഠിക്കുക.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ക്ലാസ് കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.